ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് വിമർശനം. അന്വേഷണം പത്മകുമാറിൽ ഒതുങ്ങിയോ എന്ന് ഹൈക്കോടതി. ബോർഡിലെ മറ്റംഗങ്ങളെയും പിടിക്കേണ്ടതല്ലേ എന്ന ചോദ്യം. പ്രതികളായ N. വാസു, മുരാരി ബാബു, KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. സ്വർണ്ണക്കൊള്ള EDയും അന്വേഷിക്കും. മുഴുവൻ രേഖകളും കൈമാറണമെന്ന് കൊല്ലം വിജിലൻസ് കോടതി. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും സ്വർണം വാങ്ങിയ ബെല്ലാരി ഗോവർദ്ധനും അറസ്റ്റിൽ. VBG റാംജി ബിൽ രാഷ്ട്രപതിക്ക് മുന്നിലേക്ക്. ബില്ലിൽ ഒപ്പിടുന്നതോടെ നിയമമാകും. രാജ്യസഭയിൽ പാസാക്കിയത് കടുത്ത പ്രതിഷേധത്തിനിടെ ശബ്ദ വോട്ടോടെ. രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്തതിൽ കടുത്ത വിമർശനമുയർത്തി CPM. ശൈത്യകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്ന് കണ്ടെത്തൽ. വിശദമായ പഠനം നടത്തി സർക്കാരിന് തീരുമാനമെടുക്കാമെന്ന് കോടതി. സർക്കാരിന് തിരിച്ചടിയെന്ന് രമേശ് ചെന്നിത്തല. വിവാദ പാരഡി ഗാനത്തിൽ സർക്കാരിന്റെ U-ടേൺ. കൂടുതൽ കേസുകൾ എടുക്കേണ്ട എന്ന് പോലീസിന് നിർദ്ദേശം നൽകിയ ADGP. പാട്ട് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള കത്ത് മെറ്റയ്ക്കും യൂട്യൂബിനും അയക്കില്ല. തീരുമാനം സർക്കാരിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ. നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതി മാർട്ടിൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് പിന്നാലെ ഉണ്ടായ സൈബർ ആക്രമണത്തിനെതിരെ അതിജീവിത. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന കുറിപ്പുമായി നടി. ഇരയോ അതിജീവിതയോ അല്ല, ഒരു സാധാരണ മനുഷ്യജീവി മാത്രമെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. മത്സരം 7 മണി മുതൽ അഹമ്മദാബാദിൽ. ജയിച്ചാൽ പരമ്പര ഇന്ത്യക്ക്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യനെ ഇന്നറിയാം. ഫൈനലിൽ 7:30 കണ്ണൂർ വാരിയേഴ്സും തൃശൂർ മാജിക് FCയും തമ്മിൽ ഏറ്റുമുട്ടും.